everyone present here today. I'm Arza Hafiz and I'm studying my bachelor's in business as well as I'm working for a media agency. We are profoundly grateful for your presence. Your collective energy graces this evening and makes this occasion truly special. We aren't here just for a celebration. We are here to witness a remarkable journey, a testament to enduring passion, unwavering resilience, and the deepest kind of love. A daughter's love for her father. Today, Seema Pradeep, a voice that touches the soul with its depth and raw emotional resonance, unveils her 7th literary creation, Weathered Shoulders. This book was born from the deepest, most aching wellspring of emotion following irreplaceable loss of her father. She didn't just write this book, she wove a living, breathing tribute using the threads of her own grief and everlasting love. So now, without a further ado, with humble heart and immense honor, it is my distinct privilege to invite our esteemed panel of guests to the dais to officiate this deeply meaningful event. Please join me in extending a heartfelt welcome to Mr. Shabu Kilatattal, the voice which UAE wakes up, the voice of UAE, the eminent personality of Hit 96.7 FM. Mrs. Geeta Mohan, a presence cherished by all at Sharjah International Book Fair, the beloved Geeta Chetty. Ms. Drishya Shine, a writer, teacher, and a woman who can create magic in every heart through her words. Mr. Mohan Karta, a versatile talent, writer, actor, and above all, a true, loyal well-wisher of our author. Mr. A.V. Pavitran, editor from the publishing house, Kairali Books, that made this book a dream come true. And finally, the very heart and soul of this evening, the proud mother of 7 literary works who gave her soul to this book, Seema Pradeep. Let us now begin. I invite Mr. Shabu to do the honors. Sir? എൻ്റെ അച്ഛൻ്റെ ലോസ് അതിൻ്റെ പുറകെയുള്ള ഒരു ഗ്രീഫിൽ നിന്ന് വന്ന പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകം ആര് ഏറ്റുവാങ്ങും എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന 2 ആൾക്കാർ KPK വേങ്ങര അങ്കിളും ഉള്ള മോഹനായിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ അതിമോഹം കൊണ്ട് അവർക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. പിന്നെ ആര് എന്ന് മനസ്സോട്ടിച്ച് പോയപ്പോൾ ഒറ്റ മുഖമേ മനസ്സിൽ വന്നുള്ളൂ, ഹമീദിക്ക. അതിലും വലിയൊരു യോഗ്യൻ എൻ്റെ പുസ്തകം ഏറ്റുവാങ്ങാനില്ല. ഹമീദിക്ക ഷാർജ ബുക്ക് ഫെയറിന്റെ സ്പന്ദനം അറിഞ്ഞ ആളാണ്. ഇദ്ദേഹം അല്ലാതെ വേറൊരാള് എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണാൻ പറ്റില്ല. അദ്ദേഹം മാത്രമേ ഈ ബുക്ക് വാങ്ങാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് what I can say. Thank you so much, Amazing. ഹമീദിക്കയ്ക്ക് മൈക്ക് കൊടുക്കാണ്. ഹമീദിക്ക വളരെ വളരെ പ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു സംഭവം നടന്നത്. കണ്ണുകൾ നിറഞ്ഞു. മതി, നമുക്ക് പിന്നെ I invite Shabu sir to speak a few words, please. എല്ലാവർക്കും നമസ്കാരം. 1000 വാക്കുകൾ സംസാരിക്കുന്നതിനേക്കാൾ വളരെ മനോഹരമായ ഒരു കർമ്മം ഇവിടെ നടന്നതുകൊണ്ട് വാക്കുകൾക്ക് പ്രസക്തിയില്ല. ഒരു പക്ഷേ ശ്രീമതി സീമ പറഞ്ഞതുപോലെ മോഹനേട്ടന് പകരക്കാരനായി മറ്റൊരാളില്ലെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് ഹമീദിക്ക എന്ന് പറയുന്നത് ഈ പുസ്തക മേളയുടെ നട്ടെല്ലാണ്, ബാക്ക് ബോണാണ്. കാരണം വളരെ കൃത്യമായി അതിൻ്റെ സമയക്രമം നിശ്ചയിക്കുകയും ഒരാളോട് പോലും അനവസരമില്ലാതെ എന്നാൽ പറയേണ്ടത് കൃത്യസമയത്ത് പറയുകയും ചെയ്യുന്ന ഹമീദിക്ക ശരിക്കും ഒരു രക്ഷിതാവാണ്. ഒരു അച്ഛനെ പോലെ കാർക്കശ്യക്കാരനാണ്, ശാഠ്യക്കാരനാണ്, എന്നാൽ കണ്ടാൽ വളരെ സാധുവായ മനുഷ്യനുമാണ്.
കുടുംബക്കാരെ ബാക്കി പറയും. ഞാൻ ഇത്രയൊക്കെ വളരെ സ്നേഹപൂർവ്വം പറഞ്ഞെങ്കിലും കുടുംബക്കാരാണ് ബാക്കി പറയേണ്ടത്. വെറുതെ പറഞ്ഞു. ശരി. അപ്പൊ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ച ശ്രീമതി സീമയ്ക്ക് എന്തായാലും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. കാരണം എന്തുകൊണ്ടും അർഹൻ തന്നെയാണ് ഹമീദ് ഖാൻ അച്ഛനെ പോലെയും പ്രകാശനം ചെയ്ത ഞാൻ അമ്മാവനെ പോലെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെന്തായിരുന്നാലും ഈ സീമയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അച്ഛന് അമ്മാവൻ കൈമാറിയതാണെങ്കിൽ അങ്ങനെ ശരി. എന്തായിരുന്നാലും ഇത്രയൊക്കെ തമാശയായിട്ട് പറഞ്ഞെങ്കിലും ഈ പുസ്തകം ശരിക്കും ആ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ ഒരുപക്ഷെ നമ്മൾ ഈ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് കേട്ട പാട്ട് പോലും ഏതൊരു മലയാളിയെ സംബന്ധിച്ചും അച്ഛൻ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു വാക്കും ഒരു പാട്ടും അത് തന്നെയാണ്. സൂര്യനായി തഴുകി ഉണർത്തുന്ന എന്ന് പറയുന്ന ഒരു പാട്ട്. ഈ വെതേർഡ് ഷോൾഡേഴ്സ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഋതുഭേദങ്ങൾ മാറി മറിഞ്ഞ, അല്ലെങ്കിൽ ഒരുപാട് ഋതുക്കൾ കൊണ്ട, അല്ലെങ്കിൽ ഒരുപാട് ക്ഷീണിച്ച ഷോൾഡേഴ്സ് എന്ന് വേണമെങ്കിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമ്മളെപ്പോഴും പറയുന്നത് പോലെ എൻ്റെ അച്ഛൻ കൊണ്ട വെയിലാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന തണൽ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ഏത് മക്കൾക്കും മനസ്സിലുണ്ടാകുന്ന വികാരം തന്നെയാണ്. ഈ പുസ്തകത്തെ കുറിച്ച് ഇത്രയും പറയേണ്ടി വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മളിപ്പോ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ശ്രീമതി സീമ പ്രദീപിന്റെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കുമോ ഈ പുസ്തകം. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഇത് പല പല സന്ദർഭങ്ങളിലുള്ള അച്ഛന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്ന നിരവധി കഥകളാണ്. എനിക്ക് അതിനകത്ത് വളരെ ഇഷ്ടപ്പെട്ട ഒരുപാട് കഥകളുണ്ടെങ്കിലും ഒരു പ്രത്യേക കഥ ഞാൻ എടുത്തു പറയാം. സ്വന്തം മകനെ ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ട ഒരു കപ്പിൾ, ഒരു അമ്മയും അച്ഛനും ചേർന്നിട്ട് മറ്റൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. നമ്മൾ കാഴ്ച എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കാണുന്നത് പോലെ ഗുജറാത്തിലെ ഭൂകമ്പത്തിൽ, കച്ചിലെ ഭൂകമ്പത്തിൽ വന്നു ചേരുന്ന ആ കുട്ടിയെ മമ്മൂട്ടിയുടെ കഥാപാത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം അത് ഏറ്റെടുക്കുന്നു. അവസാനം ഈ കുട്ടിയെ പിരിയാൻ കഴിയാത്ത വിധത്തിൽ അവർ തമ്മിൽ അതിതീവ്രമായ സ്നേഹബന്ധം വരികയും അവസാന നിമിഷം പിരിയേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിൽ അവരുടെ വേദന നമ്മൾ കാണുകയും ചെയ്യുന്നത് പോലൊരു കഥയുണ്ട്. പക്ഷെ അങ്ങനെയല്ല കഥ അവസാനിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കുട്ടി അവർക്ക് നഷ്ടമാകുന്നത്? അപ്പോ ഈ അച്ഛൻ എടുക്കുന്ന ഒരു ഡിസിഷൻ ഉണ്ട്. ഈ അച്ഛൻ ഈ കുട്ടിയെ അഡോപ്റ്റ് ചെയ്തതിന് ശേഷം ആ കുട്ടിയോട് കാണിക്കുന്ന ഒരു സ്നേഹവാത്സല്യങ്ങളെ കുറിച്ച് അതിദീർഘമായി പറയുന്നുണ്ട്. എല്ലാ ദിവസവും ആ കുഞ്ഞിനെ സ്വന്തം മകനെന്ന പോലെ അവന്റെ മൂർധാവിൽ ചുംബിച്ചതിന് ശേഷം മാത്രമാണ് ആ അച്ഛൻ അവനെ ഉറക്കുക അല്ലെങ്കിൽ ഉണർത്തുക അല്ലെങ്കിൽ അവനെ യാത്ര അയക്കുക എന്നൊക്കെ പറയുന്ന ഒരു സന്ദർഭം. അതായത് സ്വന്തം മകനോടുള്ള സ്നേഹം പോലെ അതിതീവ്രമായ സ്നേഹമുള്ള ഒരച്ഛൻ. പക്ഷേ അവസാനം പിരിയേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിൽ ആ അച്ഛൻ പറയുന്ന ഒരു വാചകമുണ്ട്, എന്നെ പോലെ തന്നെ ഒരു അച്ഛനാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിഷമം എനിക്ക് മനസ്സിലാകുമെന്ന് പറയുന്ന ഒരു സന്ദർഭം. അപ്പൊ അങ്ങനെ ഒരു അച്ഛൻ മക്കൾ അല്ലെങ്കിൽ അച്ഛന് മകനോടോ മകളോടോ ഉള്ള ഒരു അതിതീവ്രമായ ഒരു സ്നേഹത്തിന്റെ കഥകൾ പല പല കഥകളാണ്. ഒരു കഥയല്ല, സ്വന്തം അച്ഛനെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമാണ്. അതിവിടെ ഇരിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും അവരവരുടെ അച്ഛനെ കുറിച്ച് 100,000 കഥകൾ പറയാനുണ്ടാകും. ഒരുപക്ഷെ ഈ കഥകളിലൂടെ പോകുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ കാണും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകനെ കാണും. ഒരച്ഛൻ സ്വന്തം മകനെയോ അല്ലെങ്കിൽ സ്വന്തം അച്ഛനെയോ കാണുന്ന വിധത്തിൽ അച്ഛൻ സ്നേഹത്തിന്റെ, അച്ഛൻ പ്രേമത്തിന്റെ, അച്ഛൻ പ്രണയത്തിന്റെ അതിതീവ്രമായ ഒരു പുസ്തകമാണ് ഈ വെതേർഡ് ഷോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഞാനും ആദ്യം കരുതിയതിനോട് പറയുമ്പോൾ അച്ഛനെ കുറിച്ചുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകമാണെന്ന് കരുതി. അപ്പൊ ഞാനും ആലോചിച്ചു, സ്വന്തം അച്ഛനെ കുറിച്ചുള്ള പുസ്തകം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവുക? പക്ഷെ അതല്ല, ഇത് ആക്ച്വലി പല പല അച്ഛൻ കഥകളാണ്. അപ്പൊ അതുകൊണ്ട് ആ കഥകൾ ഇവിടെ ഇതുപോലൊരു വേദിയിൽ ഇത്രയും മനോഹരമായ ഒരു മുഹൂർത്തം സൃഷ്ടിച്ച് പ്രകാശനം ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും ശ്രീമതി സീമ പ്രദീപ്. This book carries a soul. I invite Trishya ma'am to introduce his pieces. പ്രിയമുള്ളവരെ, നമസ്കാരം. കണ്ണു നിറയുക എന്ന് പറഞ്ഞാല് 2 തരത്തിലുണ്ട്. ഒന്ന് സങ്കടം കൊണ്ട്, ഒന്ന് സന്തോഷം കൊണ്ട്. ഈ 2 ഭാവങ്ങളും ഒരേപോലെ സമന്വയിച്ച ഒരു നിമിഷമായിരുന്നു കുറച്ചു മുമ്പ് നമുക്ക് മുന്നിൽ കടന്നുപോയത്. സ്നേഹം എന്ന് പറയുന്ന അക്ഷരം എത്രമാത്രം മൂല്യമുള്ളതാണ് എന്ന് തെളിയിക്കുന്ന, ലോകത്തിന്റെ മുന്നിൽ യാതൊരുവിധ ആടയാഭരണങ്ങളും ഇല്ലാതെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് മറ്റൊരു മനുഷ്യന്റെ ഹൃദയത്തെ തൊടുന്നത് എന്ന് ഒരു നിമിഷം കണ്ടു നിന്നപ്പോ, ഇവിടെ കണ്ണു നിറയാത്തവരുണ്ടാവില്ല, മനസ്സുകൊണ്ടെങ്കിലും തേങ്ങാത്തവരുണ്ടാവില്ല.
നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളത് 10 മാസം ചുമന്നു പെറ്റ അമ്മയുടെ വേദനയെ കുറിച്ച് മാത്രമാണ്. അമ്മ മാത്രമാണ് ലോകത്തെപ്പോഴും വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വിവാദ പരാമർശം ഉണ്ടായപ്പോൾ KR മീര പറഞ്ഞൊരു പരാമർശം, പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ല, സ്നേഹിക്കാൻ അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അതിനൊരു മറുപടി കൂടിയാണ് ഒരു പക്ഷേ ഈ ഒരു പുസ്തകം എന്ന് നമുക്ക് പറയാം. ഒരു കുടുംബത്തെ ഒരു അച്ഛൻ എങ്ങനെയാണ് കൂട്ടിപ്പിടിക്കുന്നത്, ഒരു കുടുംബിനിയെ എങ്ങനെയാണ് ആ അച്ഛൻ പ്രണയിക്കുന്നത്, തന്റെ 2 പെൺകുട്ടികളെ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തോടെ ആകാശത്തേക്ക് പറന്നു പോകാൻ അനുവദിക്കുന്നത്, അവരുടെ കുഞ്ഞു വിരലുകളെ തൊട്ട് തലോടിക്കൊണ്ട് എങ്ങനെയാണ് അവരുടെ ഹൃദയത്തിലേക്ക് ആ അച്ഛൻ പടർന്നു കയറുന്നത്. ഷാബു പറഞ്ഞ പോലെ അതിലെ 10 കഥകളുണ്ട്. അതിലെ ഷാബു പറഞ്ഞ കഥ വായിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നത് ആകാശദൂത് ആണ്. ആകാശദൂത് അതിന്റെ പാരഡി എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആ സിനിമ കാണുമ്പോൾ കണ്ണീർ വീഴ്ത്താത്ത ഒരു മനുഷ്യനും ആ സിനിമാ തിയേറ്ററിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന അമ്മയുടെ തേങ്ങലുകളെല്ലാം ഒരച്ഛൻ എങ്ങനെയാണ് കുട്ടികളില്ലാതെ പോയ ഒരു ദമ്പതികള് ഒരു കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തി വലുതാക്കിക്കൊണ്ട് അവരുടെ സ്വപ്നങ്ങളെല്ലാം നെയ്തു കൂട്ടുന്നതിനിടയിൽ അവന്റെ യഥാർത്ഥ അച്ഛൻ വന്ന് ആ കുഞ്ഞിനെ ആവശ്യപ്പെടുമ്പോ ആ അമ്മയല്ല ഇവിടെ ശ്രീമ കണ്ട നക്ഷത്രം അച്ഛനാണ്. വളർത്തച്ഛൻ പറയുന്ന ആ ചിന്തകൾ തീർച്ചയായിട്ടും സ്നേഹത്തിന്റെ മതമാണ് ഈ പുസ്തകം എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അച്ഛന്റെ തോളത്ത് കിടന്ന് അച്ഛന്റെ സംരക്ഷണത്തിൽ മനുസ്മൃതിയിൽ പറയുന്നുണ്ട്, പിതാ രക്ഷതി കൗമാരെ ഭർത്തോ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യം. അവസാന വാക്ക് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്, ന സ്ത്രീ സ്വതന്ത്രമർഹതി എന്നുള്ളത്. പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഫെമിനിസം എന്ന് പറയുന്നത് പെണ്ണിനെ പിടിച്ച് ഉയർത്തുന്ന, അത് മാത്രമല്ല പെണ്ണിനോടൊപ്പം നടക്കുന്ന ആണുണ്ട്, ആണായി മാറാൻ ആഗ്രഹിക്കുന്ന പെണ്ണുണ്ട്. ഫെമിനിസം പലതരത്തിലുണ്ട്. എന്തുകൊണ്ട് ഒരു അച്ഛനിസം നമ്മളിടയിൽ സംഭവിക്കുന്നില്ല? അത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഒരു കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ പെണ്ണാണെങ്കിൽ അവൾക്ക് സങ്കടം വന്നാൽ ഒന്ന് പൊട്ടിക്കരയാം. ഒരു അച്ഛന് കരയാൻ പറ്റും. അയ്യേ നീ എന്താ പെൺപിള്ളേരെ പോലെ കരയുന്നേ? ആൺപിള്ളേരൊരു സങ്കടം വന്നാ നമ്മുടെ വീട്ടിലുള്ളവര് ചോദിക്കും. പലപ്പോഴും മരണ വീട്ടില് സ്വന്തം അമ്മയുടെ സ്വന്തം അച്ഛന്റെ മരണം ഏറ്റുവാങ്ങിയ ഒരു പുത്രന്റെ ദുഃഖം ആരും കാണില്ല. മകളുടെ സമീപത്തിരുന്ന് അവളെ ആശ്വസിപ്പിക്കാൻ ഒരുപാട് ഹൃദയങ്ങൾ കൂടെ ഉണ്ടാവും. പക്ഷേ ആ മകന്റെ സങ്കടം, അവന്റെ വിങ്ങൽ, ആ ഒരു വിങ്ങൽ അടയാളപ്പെടുത്തുന്ന കഥ ഈ പുസ്തകത്തിലുണ്ട്. അതേസമയം ആരും വേണ്ടാതെ മകനും മകളും എല്ലാം ഉപേക്ഷിച്ച് വെറും ഒരു കരിമ്പിൻ ചണ്ടി പോലെ ജീവിക്കുന്ന അച്ഛന്റെ കഥയും ഈ പുസ്തകത്തിലുണ്ട്. അങ്ങനെ പല അച്ഛന്മാരുടെ കഥകൾ. ഒരു അമ്മയെ നമ്മൾ 1000 അമ്മയായി വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരച്ഛനിലൂടെ ഈ ലോകത്തെ 1000 അച്ഛന്മാരെ 10 കഥകളിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന സീമയുടെ ഈ ഋതുഭേദങ്ങളുടെ തോളിനെ ചേർത്ത് വെക്കാൻ നിങ്ങൾ ഏവരും കൂടെ ഉണ്ടാവണം. അരിസ്റ്റോട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കഥാർസിസ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വികാര വിവേചനം. ഒരു സാഹിത്യമോ ഒരു കലയോ എന്തുമാവട്ടെ, അത് കേൾക്കുമ്പോൾ, കാണുമ്പോൾ, തൊടുമ്പോൾ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുമ്പോൾ അത് എന്റേതാണ് എന്നൊരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിൽ അടങ്ങിക്കിടക്കുന്ന എല്ലാ സങ്കടങ്ങളും, എല്ലാ സന്തോഷങ്ങളും, എല്ലാ പകയും ദ്വേഷവും വിദ്വേഷവും എല്ലാം തന്നെ പുറത്തേക്ക് ഒരു പുഴ പോലെ പൊട്ടിയൊഴുകും. അതേപോലെ പൊട്ടിയൊഴുകി എന്നെ കരയിപ്പിച്ച പുസ്തകമാണ് സീമയുടെ ഈ പുസ്തകം. ഒരു അച്ഛനെ ഒരു മകൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. സീമനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇന്ന്, നീ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോ വേദിയിൽ എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന്. സീമ, ഞങ്ങളെല്ലാവരും ആ അച്ഛനെ ചേർത്ത് പിടിച്ചു, ഞങ്ങളെല്ലാവരും കരഞ്ഞു. തീർച്ചയായിട്ടും നിന്റെ അച്ഛൻ എവിടെയുണ്ട്? വേറൊന്നും പറയാനില്ല. ഷാർജ പുസ്തകോത്സവം എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ ഉത്സവമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
thank you, ma'am, for your valuable words. I would like you to speak a few words. എല്ലാവർക്കും നമസ്കാരം. സീമയുടെ ഈ ഒരു വേദിയിൽ ഇരിക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ഇപ്പുറം എല്ലാം കണ്ണു പറഞ്ഞ ആൾക്കാരിരിക്കുന്ന എനിക്ക് ഉള്ളിൽ പ്രകടിപ്പിക്കാൻ ഞാൻ അത്ര അങ്ങോട്ട് എന്താ പറയുക, അത്രയും ഉള്ളിൽ വിങ്ങലുണ്ട്. അപ്പോൾ ജീവനെ പോലെ സ്നേഹിക്കുന്ന അച്ഛൻ്റെ വിയോഗത്തിൽ ആള് വിങ്ങി, അത് എന്താ പറയുക, വിങ്ങി എനിക്കറിയാം സീമേനെ എത്രമാത്രം ആ മനസ്സ് എന്താ പറയുക. അപ്പോൾ അവളത് എഴുതി തീർക്കുകയാണ്. ഒപ്പം അമ്മേൻ്റെ മാറിടത്തിലേക്ക് അവളെ ചേർത്ത് വെക്കാനായിട്ട് കൊടുത്തൊരു പുസ്തകം. ആ അമ്മേനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ആര് കൊതിക്കുന്നൊരു മോള് അതായിരിക്കണം സീമ പ്രദീപ്. ആരും ഒന്നും മതി, ഇതുപോലെ ഒരു മോള് മതി, അതിനൊന്നും ആവശ്യമില്ല. പിന്നെ മാത്രമല്ല, ഈ ഒരു പുസ്തകത്തിൽ ഒരുപാട്, അതായത് വെന്ത് നീറുമ്പോൾ മക്കളുടെ ചിരി കാണാൻ ആശിക്കുന്ന, അതിനുവേണ്ടി മെനക്കെട്ട് എന്താ പറയുക, അങ്ങനെയുള്ള ഒരുപാട് അച്ഛന്മാരുടെ വേദനകളുണ്ട്. ഇതൊരുപാട് പേർ വായിക്കുന്നതോടൊപ്പം സീമയെ ചേർത്ത് പിടിക്കട്ടെ. എല്ലാവിധ ആശംസകളും. നമസ്കാരം. വളരെ വികാരപരമായ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വന്നപ്പോൾ തന്നെ ഒരു പാട്ട് കേട്ടിട്ട് തന്നെ കണ്ണു വന്നു. പിന്നെ അച്ഛനെ കുറിച്ചുള്ള പുസ്തകം, അച്ഛന്മാരെ കുറിച്ചുള്ള പുസ്തകം എത്രയും എല്ലാവർക്കും ഭയങ്കര, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ എഴുതുമ്പോഴും പറയുമ്പോഴും നമുക്ക് എപ്പോഴും മനസ്സിൽ വല്ലാത്തൊരു കനം നൽകി. ആ അന്നത്തെ കനം അതൊരു നാവിലെ ചൂടുന്നുള്ളത്. അങ്ങനത്തെ വാക്കുകൾ കൊണ്ടാണ് ഈ ഒരു കഥാസമാഹാരം എഴുതിയിട്ടുണ്ട്. സീമയ്ക്ക് പുസ്തകം വായിക്കാൻ തുടങ്ങിയില്ല, അതിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ സീമ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കാതെ പോയ ഒരു സഹോദരിയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത്രത്തോളം എൻ്റെ എല്ലാ പുസ്തക പ്രകാശന ചടങ്ങിലും സീമയുടെ എല്ലാ പുസ്തക പ്രകാശന ചടങ്ങിലും ഞാനും ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ ഒരു പുസ്തകത്തിന് വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്നേഹം. രണ്ടു വാക്ക് സംസാരിക്കാനായി കൂടുതലൊന്നും പറയുന്നില്ല, കാരണം സമാനമായ അഭിപ്രായങ്ങൾ തന്നെയാണ്. ശ്രീമതി സീമ പ്രദീപിൻ്റെ വെതർ ഷോൾഡേഴ്സ് എന്നുള്ള കൃതിയുടെ ഒരു വലിയ പ്രത്യേകത, ഇത് പിതൃബോധത്തിൻ്റെ ആത്മാവിഷ്കാരങ്ങളാണ്. ഇതിലെ കഥകൾ മാത്രമല്ല, ഇതിന് പ്രവേശകമായും പിന്നെ അനുബന്ധമാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫലപ്രാപ്തിയാണെന്നോ എന്നുള്ള നിലയിൽ കൊടുത്തിട്ടുള്ള കുറിപ്പല്ല, കവിത. ഈ രണ്ട് കവിതകളും ഈ പിന്നെ പിതാവായും സുഹൃത്തായും വഴികാട്ടിയായും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫാദർ, എ ഫ്രണ്ട് ആൻഡ് ഗൈഡ്. ആ നിലയിൽ തൻ്റെ പിതാവ് ഏതൊക്കെ തരത്തിലാണ് തന്നെ മുന്നോട്ട് നയിച്ചത്, ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, തൻ്റെ ദിനസരികളിൽ അദ്ദേഹം എപ്പോഴും തൻ്റെ മുന്നിൽ നീണ്ടു നിവർന്ന് നിൽക്കുന്ന, എക്കാലത്തെയും തണൽമരമായി മാറിയിരിക്കുന്നു എങ്ങനെയാണ് എന്ന് ഈ എഴുത്തുകാരി സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പിതൃബോധത്തിൻ്റെ ആവിഷ്കാരത്തെ, കഥകളെ വായനക്കാർ അങ്ങേയറ്റം ഹൃദയത്തിൽ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൈരളി ബുക്സിൻ്റെ എഡിറ്റർ എന്നുള്ള നിലയിൽ, പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്. 31 കൊല്ലത്തെ അധ്യാപക ജീവിതത്തിൽ പലതരത്തിലുള്ള കുട്ടികളെ അഭിമുഖീകരിച്ചപ്പോഴും ഇതിലെ ചില കഥകളും ഈ അച്ഛൻ്റെ അംശങ്ങൾ ഇങ്ങനെ പലതരത്തിൽ വരികയും അതൊരു എഴുത്തുകാരിയുടെ ഉള്ളിൽ അവരുടെ ആത്മഭാവങ്ങളെ, ഒരു സെക്കൻഡ് സെൽഫിനെ തന്നെ രൂപപ്പെടുത്താൻ എങ്ങനെയൊക്കെ പ്രേരണയാക്കി എന്നുള്ളത് കണ്ടറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ എഴുത്തുകാരിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. He left behind the life in me that he gave. He left, and now I am left with grief alone. That will stay with me till I find my grave. Let's hear from the author, Seema Pradeep. ഗുഡ് ഈവനിങ്, നമസ്കാരം. സീമ പ്രദീപ്. പറയാൻ കൊണ്ടതല്ല, ഞാൻ മറന്നുപോയി, അത് വേറെ കാര്യം. ഈ ബുക്ക്, ഇതിൻ്റെ ബർത്ത് ഒരു 2 കൊല്ലം മുന്നേ ഞാനിവിടെ അമ്മയെക്കുറിച്ചൊരു പുസ്തകം കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ പുറകെ ഉള്ള ചേതോ വികാരം ഞാനൊരു അമ്മയല്ല എന്നുള്ളത് കൊണ്ട് മാത്രമായിരുന്നു.
അപ്പോൾ ടിൽ ദ ലാസ്റ്റ് ഡ്രോപ്പ് എന്നുള്ള പുസ്തകം ഇവിടെ തന്നെയാണ് പ്രകാശിപ്പിച്ചത്. അത് ഒരുപാട് അമ്മമാർ ഏറ്റു വാങ്ങിച്ചിരുന്നു. പക്ഷേ കുറച്ച് പേരുടെ അടുത്ത് വന്ന് പറഞ്ഞു, സീമ എന്താ പെണ്ണുങ്ങളെ പറ്റി മാത്രം എഴുതുന്നത്, അച്ഛന്മാരെ പറ്റി എന്താ എഴുതാത്തത്? അപ്പം അന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു, യെസ്, അച്ഛനെ പറ്റി ബുക്ക് എഴുതാം. പക്ഷെ അതിന് എൻ്റെ അച്ഛനൊരു കാരണമാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എഴുതും, സമയമുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, അങ്ങനെ ഒരുപാട് ആണുങ്ങൾ എനിക്കറിയാം, അവരെ കുറിച്ച് ഒരുപാട് എഴുതണം എന്നും മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ നവംബറിൽ അച്ഛൻ പോയപ്പോൾ തോന്നി ആ അച്ഛൻ എനിക്ക് തിരിച്ചു വേണം. അപ്പോൾ ആ അച്ഛനെ എനിക്ക് മാത്രം കിട്ടിയാൽ പോരാ, എല്ലാ വീട്ടിലും ഒരു അച്ഛനുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വേദനിപ്പിച്ച ഒരുപാട് അച്ഛന്മാരും നമ്മുടെ ചുറ്റുമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, പേഴ്സണലി ഞാൻ ഒരുപാട് അച്ഛന്മാർ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരുപാട് അച്ഛന്മാർ ഇന്ന് ഓൾഡ് ഏജ് ഹോമിലുണ്ട്. അതിന്റെ കാരണം മക്കൾക്ക് അച്ഛനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അവരുടെ സാഹചര്യം കൊണ്ട് മാത്രമായിരിക്കാം. പക്ഷെ എങ്കിലും അച്ഛൻ എന്ന് പറഞ്ഞത് ഒരു വികാരമാണ്, ഒരു മനുഷ്യനല്ല. ആ വികാരം നമ്മൾ അറിയുക തന്നെ വേണം. അറിയണമെങ്കിൽ അച്ഛൻ്റെ കൂടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഇന്നത്തെ ഈ ജനറേഷൻ മൊബൈൽ ഫോണിൽ ഒട്ടി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അച്ഛൻ എന്ന് പറഞ്ഞ ഒരാളെടുത്ത് അമ്മയോട് നമ്മൾ സംസാരിക്കും. അത് ഐ തിങ്ക് ബൈ ഡിഫോൾട്ട് അത് നമ്മൾ സംഭവിക്കുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഭക്ഷണം തരുന്ന അമ്മയാണ്, അപ്പൊ അമ്മയോട് അതിന്റെ പേരിലെങ്കിൽ നമ്മൾ അടികൂടും. പക്ഷെ അച്ഛനുമായിട്ട് എത്ര പേര് സംസാരിക്കുന്നു? എനിക്ക് തോന്നിയിട്ടില്ല. വളരെ കുറച്ച് പേര് മാത്രമായിരിക്കും അച്ഛനെ വന്ന് ഫോൺ ചെയ്ത് ഡെയിലി സംസാരിക്കുന്നവർ. ഞാൻ സംസാരിക്കുമായിരുന്നു 2 നേരം. എനിക്ക് അച്ഛനെ രാവിലെ വിളിച്ചിട്ടും വൈകുന്നേരം വിളിച്ചില്ലെങ്കിലും എനിക്കൊരു കാര്യം നടക്കില്ല. ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിലും, ഒരു പുതിയ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും, ഒരു പുതിയ സാരി മേടിച്ചാൽ പോലും അത് അച്ഛനെ വിളിച്ച് വീഡിയോ കോൾ കാണിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. ആ ഒരു ലോസ്, അതൊരു വലിയ എംപ്റ്റിനെസ് ആണ് എൻ്റെ ലൈഫിൽ. എനിക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിനേക്കാൾ സങ്കടമാണ് അച്ഛനില്ലാത്തത് ഇപ്പം. പക്ഷേ ആ അച്ഛൻ, ഞാൻ കാണുന്ന എല്ലാവരിലും എൻ്റെ അച്ഛനുണ്ട്. അച്ഛൻ്റെ സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗ്സ് ആണെങ്കിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും എനിക്ക് എൻ്റെ മക്കളെ പോലെയാണ്. ഇപ്പം ഹമീദിക്ക് ഞാൻ ഇതിൽ വിളിക്കാനുള്ളൊരു കാരണം, APK അങ്കിൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. APK അങ്കിളിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ മോഹനേട്ടൻ, ഞാൻ പറഞ്ഞ എൻ്റെ അതിമോഹം കൊണ്ടാണ് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ പോകുന്നത്. അപ്പം മനസ്സോടിച്ച് ഇങ്ങനെ നോക്കിയപ്പം ഹമീദിക്കയുടെ മുഖം വന്നു. പക്ഷെ ഞാനും പ്രദീപ് അത് സംസാരിച്ചപ്പോൾ ഒരു തോന്നൽ, ഇനി ഹമീദിക്ക് ഇത് എങ്ങനെ ഏറ്റെടുക്കും, ഞാൻ വിളിച്ചാൽ വരുമെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും നമ്മുടെ ഉള്ളിലൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടായിരുന്നു. ആകെ അനുവാദം ചോദിക്കേണ്ടത് ഗീതേച്ചിയുടെ അടുത്ത് മാത്രമായിരുന്നു. വിളിച്ച് ചോദിച്ചു, ഇവിടെ കണ്ടപ്പോൾ ചോദിച്ചു. ഗീതേച്ചി എല്ലാം ഡബിൾ ഓക്കെയാണ്. പിന്നെ ഫിക്സ് ചെയ്തു. ആരടുത്തും പറയണ്ട എന്ന് ഞാൻ ഗീതേച്ചി തീരുമാനിച്ചിരുന്നു. ഹമീദിക്കയുടെ അടുത്ത് പറഞ്ഞില്ല. ഇവിടെ വന്നപ്പോൾ അനുജയുടെ അടുത്ത് മാത്രം ഞാൻ പറഞ്ഞു. കാരണം ഹമീദിക്കയുടെ അടുത്ത് പുറത്തിട്ട് വിടുന്നത് എനിക്ക് ഇവിടെ തന്നെ വേണമെന്ന് ഈ മൈക്ക് ശരിയല്ല. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച എല്ലാവരും ഇവിടെ ഉണ്ട്. കുറേ പേർക്ക് വരാൻ പറ്റിയില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയാം, ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, സമയമുണ്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ. അച്ഛനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും. എൻ്റെ അമ്മ അവിടെ നിന്ന് കരയുന്നുണ്ട്. സ്റ്റേജിൽ എന്നെ വിളിക്കരുത്, നീ എന്നെ വിളിച്ചാൽ ഞാൻ അവിടെ ബോധം കെട്ട് വീഴുന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ അമ്മയെ വിളിക്കുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് അമ്മയോടെ വേണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് ദൃശ്യ ആൻഡ് ഷാബു. എൻ്റെ ബുക്ക് വായിച്ചിട്ടാണ് അവരത് പറഞ്ഞത്. എനിക്ക് നന്നായിട്ട് അറിയാം, ആ മനസ്സിൽ നിന്ന് വന്നതാണത്. ഞാൻ എഴുതിയത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതിൽ മേലെ അവരതിനിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഗീതേച്ചി, മോഹനേട്ടനും പവിത്രൻ സാറും എല്ലാവരുടെയും ആശംസകളും ബ്ലെസ്സിങ്സും എന്നോടൊപ്പം ഉണ്ടാവും. ഇവിടെ വന്ന ഓരോരുത്തരോടും നന്ദി മാത്രമേ തിരിച്ചു തരാനുള്ളൂ. സീമ പ്രദീപിന്റെ പകുതിയായ പ്രദീപ് ഇവിടെയുണ്ട്. ഇന്ന് മാത്രമല്ല, എന്നും എൻ്റെ ഒപ്പമുണ്ട്. എൻ്റെ എല്ലാ പോരായ്മകളും സഹിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് നന്ദിയും ഇങ്ങനെ കൊണ്ടുപോകാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. പിന്നെ എൻ്റെ അമ്മ, എൻ്റെ അമ്മയ്ക്ക് ഞാനിപ്പോൾ അമ്മയുടെ അടുത്ത് പറയാം, അമ്മ ഞാനുണ്ട്, ഒരു ഷർട്ടും പാൻറ്റും ഇട്ടാൽ ഞാൻ അച്ഛനാണെന്ന് എല്ലാവരും പണ്ട് പറയായിരുന്നു. അത് തന്നെയാണ് ഞാനൊരു ബോൾഡായ ഒരു മകളാണ്. കരയില്ല എന്ന് പറഞ്ഞ് വന്നാണ് ഈ ഹമീദിക്കാണ് എന്നെ കരയിപ്പിച്ചത്. പക്ഷേ ഇറ്റ്സ് ഓക്കെ. അപ്പം വൺസ് അഗൈൻ താങ്ക് യു ഓൾ. ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് വിചാരിച്ചാണ്, പക്ഷേ എന്തോ എനിക്ക് തോന്നുന്നു വികാരം വന്നപ്പോൾ നമ്മളെ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ വരുമല്ലോ. മലയാളം വലിയ പിടുത്തമില്ല എങ്കിലും പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൃശ്യയുടെ അത്ര എത്തിയില്ല എന്നാലും ഒരുവിധം ഒപ്പിച്ചു. Thank you so much for everyone present here. And I really didn't expect some of you here, but I'm overwhelmed. I can only give you back a big heart of thanks. And thank you all. Hamidika, ഞാൻ സമയത്തിന് നിത്താണ്. Thank you so much everybody. And once again, please, എൻ്റെ ബുക്ക് കൈരളി സ്റ്റോളിലുണ്ട്. വാങ്ങിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നിലൂടെ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ സ്നേഹിക്കണം. Thank you so much and God bless you all.